എന്താണോ ഞെട്ടുന്നത്? ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാനെ. എന്താ പെട്ടെന്ന് വായിക്കേ. ഞങ്ങളെ ബാധിച്ച വിഷയം ഞങ്ങളെ കുട്ടീനതിൽ ആവശ്യമില്ലാണ്ട് വലിച്ചിട്ടു. എന്തിനാ ഒന്ന് ചിന്തിച്ചു നോക്കി, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിന് എന്തിന് ഈ പാവം ഞങ്ങളെ വീട്ടിലൊരു കുട്ടി ഞങ്ങളെ വലിച്ചു? എന്റെ കയ്യിൽ അവനെ കിട്ടിയേ ഞാൻ അവനെ അരിഞ്ഞു മുളകിട്ട് അങ്ങനെ തിന്നിടോ. നമ്മളെ തന്നെ സുഹൃത്തിൻ്റെ ഈ വീഡിയോയിൽ ഹനാൻഷൻ്റെ പ്രശ്നമുണ്ട് പറഞ്ഞിട്ട് നമ്മളെ തന്നെ സുഹൃത്തിൻ്റെ ഭാര്യയെ വളരെ മോശമായ രീതിയിലാണ് ഈ പറഞ്ഞ വ്യക്തികൾ ചിത്രീകരിച്ചിട്ടുള്ളത്. ഇവനൊക്കെ എന്ത് ചെയ്യണമെന്നറിയാവോ? വീട്ടിൽ വെച്ച് കൊല്ലണം. ഞങ്ങളെ വീട്ടിലെ ആൾക്കാരെ മാത്രമല്ല, റോഡ് സൈഡിലൂടെ നടന്നു പോണ വ്യക്തികളെ വരെ എത്ര വളരെ മോശമായ രീതിയിലാണ്. വഴിയിലെങ്ങാനും കമ്പയിലൊരു തുണി ചുറ്റി വെച്ചാൽ മതി, മണപ്പിച്ച് നോക്കാൻ നടക്കും പെണ്ണാണോ. അതായത് സ്ത്രീകളെ ഒബ്ജക്റ്റിഫൈ ചെയ്തിട്ട് എത്ര മോശമായ രീതിയിലാണ് ഇവർ കണ്ടത് ഇത്രയും കാലം എന്നുള്ളത് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക. എവനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തറവാട്ട് മഹിമ എന്ന് പറഞ്ഞ സാധനമുണ്ട്, അതൊന്നും ഇവന്റെ പടിവാളന്റെ 5 അയലോത്ര പോയിട്ട്. അതായത് കൃത്യമായ വോയിസ് നോട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ഇതിന്റെ എല്ലാ വോയിസ് നോട്ടും ഞങ്ങളുടെ കയ്യിലുണ്ട്. കേസ് കൊടുക്കണം പിള്ളേച്ചാ, പോലീസ് അന്വേഷിക്കട്ടെ. അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനം ഇല്ലാതായോ? എന്തെല്ലാം പറഞ്ഞ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാക്കി തരോടെ വെച്ച് ആ വോയിസും കൊടുത്തു കഴിഞ്ഞാൽ അതെ, ഞങ്ങൾ ചോറ് തന്നെ കൊണ്ടുവന്നേ. എല്ലാ വോയിസ് നോട്ടും എന്ന് പറഞ്ഞാൽ ഏത് ഫോണിലാണോ റെക്കോർഡ് ചെയ്തത് ഇവര്, അതായത് എക്ക് പോലും അറിയാത്ത തെറികളടക്കം എനിക്കറിയില്ല. കണ്ണൂർ സ്ലാങ്ങിൽ എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് എനിക്ക് ഇതുവരെ, ഞങ്ങൾ ഒരുപാട് ഇപ്പോൾ ഓഡിയോ എഞ്ചിനീയേഴ്സുമാരായിട്ട് ഞങ്ങൾ 2-3 ദിവസമായിട്ട് കോൺടാക്ട് ഉണ്ട്. എല്ലാവരുടെ അടുത്തും ഞങ്ങൾ ഈ ഓഡിയോ അയച്ചിട്ട് ഇത് പ്രൂവനാണ്, അതായത് ഈ ഒരു സംഭവം വെച്ചുണ്ടാക്കിയ വോയിസുകളല്ല എന്നുള്ളത് പ്രൂവനാണ്. ക്രിയേറ്റേഴ്സ് അല്ല. അപ്പോൾ ബേസിക്കലി ഇവർ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ എല്ലാ തെളിവുകളും ഞങ്ങളെ കയ്യിലുള്ളതിൻ്റെ ഒരു ധൈര്യത്തിലാണ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത്? പിന്നീട് CI സാറിന് കംപ്ലൈൻറ്റ് കൊടുത്തു, വേറൊരു CI സാറിന് നമ്മൾ കംപ്ലൈൻറ്റ് കൊടുത്തു. അപ്പൊ ജയിലല്ലെങ്കിൽ മരണം, അത് ഏതാണ്ട് ഉറപ്പായ. ഇവരെ പോലുള്ള പബ്ലിക് ന്യൂസൻസുകളെ ഓൺ ദ സ്പോട്ടിൽ വെടിവെച്ചു കൊന്ന് ഇവന്റെ ഒക്കെ തല തെരുവ് നായ്ക്കൾക്ക് ഇട്ടുകൊടുക്കണം.